ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതുമായ ഒരു ഗോതമ്പ് പൊടിയുടെ വെള്ളയപ്പമാണ്. നമ്മളിത് അരച്ച് വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണെന്നുള്ളത്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഗോതമ്പ് പൊടി വെച്ചുള്ള ഈ വെള്ളയപ്പം ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ഗോതമ്പ് പൊടി കൊണ്ടൊരു വെള്ളയപ്പം ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അതിനായിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചോറിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് തേങ്ങ ചിരണ്ടിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നതിന് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം. നന്നായിട്ട് ചോറും തേങ്ങയും കൂടെ അരച്ചിട്ടുണ്ട്. ആ 1/4 കപ്പ് വെള്ളമേ ഒഴിച്ചുള്ളൂ. ഈ കൺസിസ്റ്റൻസി മതി. ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുകയാണ്. തേങ്ങയും ചോറും ഈ ഗോതമ്പ് പൊടിയും കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അതായത് നല്ല തിക്കായിട്ടുള്ള ഒരു ദോശയുടെ മാവ് പോലെ നമ്മൾ അരച്ചെടുക്കണം. ഈ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. മാവിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ്. നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം. ഗോതമ്പിൻ്റെ വെള്ളയപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിനകത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ അടിച്ചെടുക്കുകയാണെങ്കിൽ ഇതെല്ലായിടത്തും ചേർന്ന് കിട്ടും. ഒന്നും കൂടെ അടിച്ചുകൊണ്ട് വരാം. എല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ അടിച്ചെടുത്തു. നമ്മുടെ ബാറ്റർ റെഡി ആയിരിക്കുകയാണ്. നോക്കിക്കുക, നല്ല ദോശമാവിൻ്റെ പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഒന്നും കൂടെ ഈ ബാറ്റർ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനെയും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാം. എന്നാലും ഞാനൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ്. 10 മിനിറ്റായി. നമുക്കിനി അപ്പം ചുട്ടെടുക്കാം. ഒരപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുമുണ്ട്. ഓരോ തവി വെച്ച് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി അങ്ങ് പരത്തണ്ട. 10 മിനിറ്റ് ഇത് പൊങ്ങാനായിട്ട് വെക്കണമെന്നുമില്ല. ഞാനൊന്ന് വെച്ചതാണ്. അപ്പോൾ കുറേ കൂടെ സോഫ്റ്റ് ആകും. കണ്ട, അപ്പത്തിന് നല്ല കുമിളകളൊക്കെ വന്നിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി കൊടുക്കുകയും ചെയ്യരുത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെന്തെടുക്കാം. നന്നായിട്ട് അപ്പം അടിവശം വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിടാം. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ആദ്യത്തേതെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊടി ഒഴിച്ചിട്ടുള്ള വെള്ളയപ്പം റെഡി ആയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് അപ്പം ഒന്ന് ചുട്ടെടുക്കാം. നല്ല വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പിൻ്റെ വെള്ളയപ്പം റെഡിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.